السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളിലെല്ലാം അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നടക്കുന്നവരാണ്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാറുണ്ട്. നമ്മൾ പറയും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് പോലും ഒരുപാട് ആവശ്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതായത് നമ്മുടെ കുടുംബവുമായിട്ട് ജീവിക്കുമ്പോ, സമുദായവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോ, നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഒരുപാട് നിറവേറാനുണ്ട്. ഒരുപാട് ബാധ്യതകൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് കടമയുണ്ട്, കടപ്പാടുകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്ത് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ ബീവി, ഓ ഉമ്മയുടെ നേതാക്കൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്ത് വന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ഓ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുണ്ടായിരുന്നത്, എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സഹാബത്ത് ചോദിക്കുമ്പോ, അതാ ഒരു സഹാബത്ത് ചോദിക്കുന്നു, യാ ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകര് രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അവർ രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്നവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വേറൊരാൾ ചോദിക്കുകയാണ്, സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്നവരായിരുന്നു, വല്ലാതെ ത്യാഗങ്ങൾ സഹിക്കുന്നവരായിരുന്നു. മൂന്നാമത്തെ ആള് പറയുന്നു, ഈ ലോകത്തോട് യാതൊരു കൂറുമില്ലാതെ ഈ ലോകത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു. ഇങ്ങനെ പല ചോദ്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ, അതാ ഒരു സഹാബത്ത് പറയുന്നു, ബീവി ആയിഷ, ഇന്ന് മുതൽ ഞാൻ പകല് മുഴുവനും എനിക്ക് നോമ്പായിരിക്കും, പകല് മുഴുവനും ഞാൻ ഇനി ഭക്ഷണം തൊടുന്നതല്ല, ഇനി മുഴുവനും ഞാൻ നോമ്പിലായിരിക്കും എന്റെ ജീവിതമെന്ന് പറയുമ്പോ, അതാ വേറൊരു സഹാബി പറയുന്നു, ഞാൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കുന്നവരല്ല, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ജീവിക്കും, ഞാൻ ഇനി ഒരു സാഹിദായിരിക്കും, പരിത്യാഗിയായിരിക്കുമെന്ന് ഒരു സഹാബി പറഞ്ഞു. മൂന്നാമത്തെ ആള് പറഞ്ഞത് എന്താണെന്നറിയോ, ഇനി ഒരു രാവുകളിലും എനിക്ക് ഉറക്കമില്ല, എല്ലാ രാത്രിയിലും ഞാൻ നിസ്കരിക്കുന്നവരായിരിക്കുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകര് പകല് നോമ്പ് മുറിച്ചിട്ടുണ്ട്, ആ പകല് തന്നെ നോമ്പ് പിടിച്ചിട്ടുമുണ്ട്, മുറിച്ചിട്ടുമുണ്ട്, രാത്രികാലങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകര് ദുനിയാവിൽ ഉപേക്ഷിച്ചവരല്ല, അവര് ദുനിയാവിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, അവര് സമ്പാദ്യം കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ,
ദുനിയാവിലും പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് സമ്പത്ത് വേണതാനും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നേടാനുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങളൊക്കെ ഏത് രൂപത്തിൽ നേടിയെടുക്കാമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഒരേ ഒരു സൂറത്ത് നിങ്ങൾ പോയി നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഖുർആനിന്റെ ഹൃദയം, ഖൽബുൽ ഖുർആനി, ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഖൽബുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഹൃദയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഈ സൂറത്ത് യാസീൻ ഓതിയാൽ അവന് നല്ല മരണം കിട്ടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല മരണം കിട്ടാനുള്ള കാരണമാണ് സൂറത്ത് യാസീൻ. നല്ല മരണം കിട്ടാൻ നമ്മുടെ ബന്ധുക്കളൊക്കെ മരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യന്റെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ സൂറത്ത് യാസീൻ ഓതണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ് സൂറത്ത് യാസീൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അങ്ങനെ നിരവധി ഒരുപാട് പ്രതിഫലമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യ പൂർത്തീകരണങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഈ സൂറത്ത് യാസീൻ ഏത് രൂപത്തിൽ ഓതണമെന്നറിയോ? സൂറത്ത് യാസീൻ വെറുതെ ഓതിയാ പോരാ, സൂറത്ത് യാസീൻ പറയുന്നത് പോലെ ഓതണം. സൂറത്ത് യാസീൻ പറയുന്നത് പോലെ ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത്? സൂറത്ത് യാസീൻ ഓതേണ്ടത് എങ്ങനെയാണ്? നമ്മളൊന്ന് സൂറത്ത് യാസീൻ എങ്ങനെ യാസീനുൽ ഖുർആൻ ഹകീം ഇന്നകൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി പരത്തി അങ്ങ് ഓതും. അതിനകത്ത് മഖർജുകള് അതിന്റെ നിയമങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്ത് യാസീൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഓതുമ്പോ അത് നല്ല ശ്രദ്ധയോടുകൂടി, ചില ആൾക്കാരൊക്കെ നോക്കി ഓതാതെ കാണാതെ ഇങ്ങനെ പഠിച്ചു വെച്ചത് ഓതാറുണ്ട്. നോക്കി ഓതണം. ഖുർആൻ നോക്കി ഓതുന്നതിന് രണ്ട് പ്രതിഫലമാണ്. ഒന്ന് ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലവും, രണ്ട് ആ ഖുർആനിലേക്ക് നോക്കുന്നതിന്റെ പ്രതിഫലവും. രണ്ട് പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊരു കുറവായി നിങ്ങൾ കാണരുത്. ഖുർആൻ നോക്കി ഓതുന്നത് ഒരു കുറവായി നിങ്ങൾ കാണരുത്. അത് നോക്കി തന്നെ ഓതുന്നതാണ് ഏറ്റവും ഖൈർ. അത് തന്നെയാണ് നല്ലത്, നമുക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ ഖുർആൻ പോലും ശപിക്കുന്ന രൂപത്തിലാണ് നമ്മൾ സൂറത്ത് യാസീനൊക്കെ നമ്മൾ ഓതാറുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓതുന്ന സമയത്ത് നമ്മൾ ഖുർആൻ നോക്കിയിട്ട് സൂറത്ത് യാസീൻ നിങ്ങൾ ഓതിക്കോ. ഏത് രൂപത്തിലാണ് സൂറത്ത് യാസീൻ ഓതേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ നിനക്ക് നിറവേറാനുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിച്ചു തരികയാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 4 തവണ സൂറത്ത് യാസീന്റെ തുടക്കമാകുന്ന യാസീൻ എന്ന് 4 പ്രാവശ്യം ഓതുക. ഓരോ തവണയും യാസീൻ. സുബഹിക്ക് ശേഷം ഇരുന്നുകൊണ്ട് 4 പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതലോ. ആ 4 പ്രാവശ്യം നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്നത് 7 പ്രാവശ്യം നിങ്ങൾ ഓതേണ്ടതാണ്. എന്നിട്ട് വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم എന്ന ആയത്ത് ഓതുമ്പോ
14 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചോടണേ. വശംസു തജ്രീനി മുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. ഇത് 14 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചോതേണ്ടതാണ്. അതിനുശേഷം സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതി വരുമ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് അങ്ങോട്ട് വരുമ്പോ 7 തവണ നിങ്ങൾ ആവർത്തിച്ചോടണേ. അതിനുശേഷം നിങ്ങൾ ഓതി വരുമ്പോ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന ആയത്ത് ഒരു 12 തവണ നിങ്ങൾ ആയത്ത് ആവർത്തിച്ചോതുക. അല്ലാഹുവേ അതിനുശേഷം സൂറത്ത് പൂർത്തിയാക്കി ഓതുക. പിന്നീട് സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഒരു തവണയാണ് ഓതേണ്ടത്. മുഖ്യമായ ആവശ്യം പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞ രൂപത്തിൽ സൂറത്ത് യാസീൻ ഓതുക. അതിനുശേഷം അതാ ഒരു ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വദതൈനി ഓതിയിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുക. ഈ രൂപത്തിൽ സൂറത്ത് യാസീൻ നമ്മൾ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് ഇജാബത്തുണ്ട്, ആ ദുആയ്ക്ക് ഉത്തരമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മൾ ഇന്നേ വരെ അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കൈ ഉയർത്തിയിട്ടില്ല. ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് എന്നിട്ട് നമ്മൾ പറയും, പരാതി പറയും, എന്റെ ദുആ ഇതുവരെയും അല്ലാഹു സ്വീകരിച്ചില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ഇതുവരെയ്ക്ക് എന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം കിട്ടുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ അല്ലാഹു തആല നമ്മളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തരികയുള്ളൂ. ചെന്ന് ചോദിച്ച ഉടനെ തരണമെന്നുണ്ടോ? ചെന്ന് ചോദിച്ച ഉടനെ തരണമെന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം സുബഹിയൊക്കെ എണീറ്റ് നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഈ സൂറത്ത് യാസീൻ എങ്ങും ചോടി പോകാതെ, നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവം, നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മുസല്ല എടുത്തിട്ട് ഒരൊറ്റയേറ, മുസല്ല എടുത്തിട്ട് ദൂരത്തേക്ക് ഒരൊറ്റയേറ, എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പിന്നെ കൈ ഉയർത്തുന്നത് നമുക്കൊരാവശ്യം വരുമ്പോൾ മാത്രമാണ്. അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഏത് സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സഹാബത്ത് അങ്ങനെയാണ്, താബിഈങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയാണ്. കാരണം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയുള്ളൂ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വാളും കൊടുവാളും വടിവാളും ഒന്നും അല്ല. പിന്നെന്താ? അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എന്തൊരു ആവശ്യങ്ങളുണ്ടെങ്കിലും ആ ആവശ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സൂറത്ത് യാസീൻ ഞാൻ പറഞ്ഞതുപോലെ ഓതി അതിനുശേഷം ഒരു സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദതൈനിയും ഓതിയിട്ട് ദുആ ചെയ്തു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് പരാതികൾ പറഞ്ഞവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ബിസിനസ് ചെയ്തിട്ട് പൈസ മുഴുവനും മറ്റുള്ള സ്ഥലങ്ങളിൽ കിടക്കുകയാണ്, ഇതുവരെയും കയ്യിലേക്ക് എത്തിയിട്ടില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊപ്പിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതേപോലെ ഉമ്മമാര്, ഒരുപാട്
രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവർ, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അതെല്ലാം നീ സ്വീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. സമാധാനം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ആ കുടുംബങ്ങളിൽ നീ സമാധാനവും ഐശ്വര്യവും സകീനത്തും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.